ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ റിയാക്റ്റിൻ്റെ ബൂളിയൻ ഹാൻഡ്ലിംഗ് ആണ് നോക്കുന്നത്. അതായത് യൂസ് സ്റ്റേറ്റ് ഹുക്ക് വെച്ചിട്ട് ട്രൂവും ഫാൾസും കണക്കാക്കിയിട്ട് നമ്മൾ ലോഡിംഗ് സ്ക്രീൻ സെറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ യൂസ് കേസ് എവിടെയാണ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിനകത്ത് എന്തെങ്കിലും ലോഡ് ആവുന്ന സിറ്റുവേഷനിൽ ഒരു സ്പിന്നർ കാണാൻ പറ്റുമല്ലേ. ഈ സ്പിന്നർ കറക്റ്റായിട്ട് വർക്കാവുന്നത് യൂസ് സ്റ്റേറ്റ് ഹുക്കിൽ ട്രൂവും ഫാൾസും സെറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ബൂളിയൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ബൂളിയൻ സ്റ്റേറ്റ് .js എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. അതിനകത്ത് RAFC എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ആരോ ഫംഗ്ഷൻ കമ്പോണൻറ്റിന് കോൾ ചെയ്തു. ഇനി നമ്മൾ കേളി ബ്രേസസിനകത്തായിട്ട് യൂസ് സ്റ്റേറ്റിനെയും ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, പെർഫെക്റ്റ്. ഇനി നമ്മളുടെ സ്റ്റേറ്റ് വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് ഈസ് ആക്റ്റീവ്, ക്യാമൽ കേസിലാണ് സെറ്റ് ഈസ് ആക്റ്റീവ്. ഓക്കെ, ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് ഇനീഷ്യൽ വാല്യൂ ഫാൾസ്, ബിക്കോസ് ട്രൂവും ഫാൾസും മാത്രമേ ബൂളിയനിലുള്ളൂ അല്ലേ. സോ ഈസ് ആക്റ്റീവിൻ്റെ കറൻറ്റ് വാല്യൂ ഫാൾസ് ആയിരിക്കും എപ്പോഴും കമ്പോണൻറ്റ് സ്റ്റാർട്ട് ആകുമ്പോൾ. ഇനി നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. കോൺസ്റ്റ് ഹാൻഡിൽ സ്റ്റാറ്റസ് എന്ന് കൊടുക്കുക. ഈക്വൽ ടു നാരോ ഫംഗ്ഷൻ. ഇതിനകത്തായിട്ട് സെറ്റ് ഈസ് ആക്റ്റീവ് എന്നതിനോ ഇതിനെ ട്രൂ എന്ന് കൊടുക്കാം. അതായത് ഈ ഫംഗ്ഷൻ റണ്ണാവുന്ന സമയത്ത് ഈസ് ആക്റ്റീവ് ട്രൂ ആയി മാറും. അത് നമ്മളൊരു ബട്ടൺ വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്കൊരു ഹെഡർ കൊടുക്കാം, സ്റ്റാറ്റസ്. ഓക്കെ, ഇനി ഒരു ബ്രേക്ക് ടാഗ് കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് കേളി ബ്രേസസിനകത്തായിട്ട് ഈസ് ആക്റ്റീവിനെ കോൾ ചെയ്യാം. സോ ഈസ് ആക്റ്റീവ് ആണെങ്കിൽ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ എഴുതാൻ പോവാണ്. ഈസ് ആക്റ്റീവ് ഈക്വൽ ടു ട്രൂ, ദെൻ ട്രൂ, അല്ലെങ്കിൽ വേണ്ട ആക്റ്റീവ് എന്ന് കൊടുക്കാം. എൽസ് അതിനായിട്ട് കോളൻ ഇട്ടു നോട്ട് ആക്റ്റീവ്. ഇനി ഇതിനെ app.jsനകത്ത് ഇമ്പോർട്ട് ചെയ്യുക. ബൂളിയൻ സ്റ്റേറ്റ് നമ്മുടെ കമ്പോണൻറ്റ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് സേവ് ചെയ്തു. അത് കാണിക്കുന്നുണ്ട് ബിക്കോസ് ഇനീഷ്യൽ സ്റ്റേറ്റസ് ഫാൾസ് ആയതുകൊണ്ട് നോട്ട് ആക്റ്റീവ് എന്ന് കാണിക്കും. ഇനി നമുക്ക് ബട്ടൺ വെച്ചിട്ട് അതിനെ ആക്റ്റീവ് ആക്കാം. ബട്ടൺ എന്നിട്ട് സ്വിച്ച് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഓൺ ക്ലിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫംഗ്ഷന് പാസ് ചെയ്ത് കൊടുക്കാം. ഹാൻഡിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഫംഗ്ഷനെ പാസ് ചെയ്ത് കൊടുക്കാം. ബിക്കോസ് ഒരു ക്ലിക്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ട്രൂ ആയി മാറണം. ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ബ്രേക്ക് ടാഗ് ഇട്ടിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. ഒരു ബ്രേക്ക് ടാഗ് ഇടുവാണ്. ഇനി ആ ബട്ടനെ കൂടെ ഒന്ന് സ്റ്റൈൽ ചെയ്യാം ബൂട്ട് സ്ട്രാപ്പിൻ്റെ ക്ലാസ് നെയിം വെച്ചിട്ട്. സോ ബട്ടണിനകത്ത് ക്ലാസ് നെയിം കൊടുത്തു, BTN, പിന്നെ BTN-dark. ഇനി നമ്മൾ പോയിട്ട് ആ സ്വിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് ആവുന്നുണ്ട്. നമ്മുടെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് റൺ ആവുന്നുണ്ട്. ഇനി റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ വാല്യൂ ഫാൾസ് ആയി മാറും. അപ്പോൾ അത് നോട്ട് ആക്റ്റീവ് എന്ന് വരും. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പം ആ വാല്യൂ ട്രൂ ആവും. അപ്പോൾ ആക്റ്റീവ് എന്ന് വരും. നമ്മുടെ കണ്ടീഷനെ നമുക്കൊന്നുകൂടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഇപ്പോൾ ഇവിടെ ഈസ് ആക്റ്റീവ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈസ് ആക്റ്റീവ് എന്ന് കൊടുത്താൽ തന്നെ മതി. ബിക്കോസ് അതൊരു ബൂളിയൻ വാല്യൂ ആയതുകൊണ്ട് ഈസ് ആക്റ്റീവ് എന്ന് മാത്രം കൊടുത്താൽ മതി. അതിൻ്റെ മീനിങ് അത് ട്രൂ ആണെങ്കിൽ എന്ന് തന്നെയാണ്. ഞാൻ വേണമെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം. ഇപ്പോഴും അത് ക്ലിക്ക് ചെയ്യുമ്പം വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് ഈ ആക്റ്റീവ് നോട്ട് ആക്റ്റീവ് എന്നുള്ളതിന് നമുക്കൊരു ഹെഡിങ് ടാഗിനകത്ത് ആക്കി മാറ്റാം. അതിനായിട്ടൊരു H4 ടാഗ് നമുക്ക് കൊടുക്കാം. അതിനകത്ത് ആക്റ്റീവ്, അതായത് ഈസ് ആക്റ്റീവ് ആണെങ്കിൽ അത് ആക്റ്റീവ്, എൽസ് അതായത് ഫുൾ കോളൻ ഇട്ടിട്ട് അതിന് മീനിങ് എൽസ്, നോട്ട് ആക്റ്റീവ്. അത് ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി നോട്ട് ആക്റ്റീവ് ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പം ആക്റ്റീവ് ആവണം. ബിക്കോസ് കറണ്ട് വാല്യൂ ഫാൾസ് ആയതുകൊണ്ട് നോട്ട് ആക്റ്റീവ് എന്ന് വരും. സ്വിച്ച് ചെയ്തപ്പം ആക്റ്റീവ്. ഗ്രേറ്റ്. പക്ഷെ നമുക്ക് സ്വിച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പം ആക്റ്റീവും നോട്ട് ആക്റ്റീവും മാറി മാറി വരണ്ടേ. അതിനായിട്ട് ഈ ഫംഗ്ഷനകത്തുള്ള ട്രൂ എന്നുള്ളത് മാറ്റിയിട്ട് സ്റ്റേറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഗോസ് ടു നോട്ട് സ്റ്റേറ്റ്, അതായത് എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ടിട്ട് സ്റ്റേറ്റ്. ഈ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. പ്രീവിയസ് സ്റ്റേറ്റ് എന്നോ ഓൾഡ് സ്റ്റേറ്റ് എന്നോ കൊടുക്കാം. പക്ഷേ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ള പ്രീവിയസ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി അത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിൻ്റെ ബൂളിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവണം. നമുക്ക് നോക്കാം. സ്വിച്ചിൽ
ആക്റ്റീവ് നോട്ട് ആക്റ്റീവ്, അതായത് ട്രൂവും ഫോൾസും ആയിട്ട് അത് മാറി കളിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് നമ്മളുടെ ആ ഫംഗ്ഷൻ റൺ ആവുന്നുണ്ട്. ഇനി കണ്ടീഷണലായിട്ട് ഒരു ഇമേജ് കൂടെ ഞാൻ ഡിസ്പ്ലേ ചെയ്യാൻ പോവാണ്, ഒരു സ്പിന്നിങ് ഇമേജ്. അതിനായിട്ട് ഞാൻ ബ്രേക്ക് ടാഗ് ഇട്ടത് സെപ്പറേറ്റ് ചെയ്യാണ്. എന്നിട്ട് കേളി ബ്രേസസിനകത്ത് ഈസ് ആക്റ്റീവിനെ കോൾ ചെയ്യാണ്. ഈസ് ആക്റ്റീവ് ആണെങ്കിൽ എന്നിട്ട് 2 ആൻഡ് സിമ്പിൾ ഇട്ട് കൊടുക്കുക. അതായത് ഈസ് ആക്റ്റീവ് ആണെങ്കിൽ മാത്രം, ട്രൂ ആണെങ്കിൽ മാത്രം ഈ ടാഗ് റൺ ആവണം. IMG ടാഗ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സോഴ്സ് SRC നമുക്കതിനെ ഇമ്പോർട്ട് ചെയ്യാം, കേളി ബ്രേസസിനകത്താക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അസറ്റ്സിനകത്ത് ഒരു ലോഡിങ് ഗിഫ് ഫയൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തതാണ് സ്പിന്നർ. ഇത് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട് ലോഡിങ് IMG, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് ഫ്രം ./2 ഡോട്ട് ഇടുക. എന്നിട്ട് അസറ്റ്സ് ലോഡിങ് ഗിഫ്, നിങ്ങളുടെ ഫോൾഡർ എവിടെയാണോ, ഫയൽ എവിടെയാണോ കറക്റ്റായിട്ട് പാത്ത് കൊടുക്കുക. എന്നിട്ട് ഈ SRCക്കകത്ത് പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു വാർണിംഗ് കാണാം, നമുക്കൊരു ഓൾട്ടിൻ്റെ ആട്രിബ്യൂട്ടും കൂടെ വേണം. സോ ഇമേജ് ലോഡായില്ലെങ്കിൽ നത്തിങ് എന്ന് ഡിസ്പ്ലേ ചെയ്യട്ടെ. ഓക്കെ, സേവ്. എന്നിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കാം എങ്ങനെ ഇതിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന്. റിഫ്രഷ് ചെയ്യുന്നു, സ്വിച്ച് ചെയ്തപ്പോൾ സ്പിൻ ആവുന്നുണ്ട്. പക്ഷേ കുറച്ചധികം വലിയൊരു സൈസിലാണ് ആ ഇമേജ് കിടന്ന് തിരിയുന്നത്. നമുക്കതിനെ ഒന്ന് ചെറുതാക്കാം. പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട് നമ്മുടെ ഫങ്ഷൻ. അതിനായിട്ട് ഈ IMG ടാഗിനകത്ത് വിഡ്ത്ത് കൊടുത്തിട്ട് നമ്മൾക്കൊരു 60% കൊടുക്കാം. സ്ട്രിങ്ങിനകത്ത് 60% കൊടുത്തു. കുറച്ചുകൂടെ വലുതായി, നമുക്കതൊരു 10% കൊടുക്കാം. ഓക്കെ, പ്രോപ്പറായിട്ട് രീതിയിൽ അത് വർക്കാവുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ലോഡിങ് സ്ക്രീന് നമ്മൾ ബൂളിയൻ വെച്ച് യൂസ് സ്റ്റേറ്റിൽ സെറ്റ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.